അവർ ഒരുക്കി സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. ഇതാ സ്ത്രീകൾ വരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷെ ഇവർ രാവിലെ വരുന്നത് എന്തിനായി വരുന്നത്? വെളുപ്പിന് സുഗന്ധവർഗവും. എന്തിനായി സുഗന്ധവർഗം? പുരട്ടാനായി. എവിടെ പുരട്ടാൻ? ശവശരീരത്തിൽ. ഇതാണ് നമ്മുടെയും പ്രശ്നം. ഈ സുഗന്ധവർഗം ഒരിക്കലും, ഈ പറഞ്ഞ സുഗന്ധവർഗം ഒരിക്കലും ജീവിച്ചിരിക്കുന്നതിൻ്റെ ശരീരത്തിലല്ല പുരട്ടുന്നത്. ഇത് പുരട്ടുന്ന എവിടെയാണ്? ശവശരീരത്തിലാണ്. ശവശരീരത്തിൽ പുരട്ടാൻ സുഗന്ധവർഗം, അതും തലേന്ന് തന്നെ. ഇത് തലേന്നല്ല, വെള്ളിയാഴ്ച രാത്രി, അല്ലേ? ശബത്ത് തുടങ്ങുന്നതിന് മുമ്പേ ഇവരിതെല്ലാം ഒരുക്കി വെച്ചു. ഇന്നത്തെ പോലെ കടയിൽ പോയി കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂട്ടൊക്കെ മേടിച്ച് അത് അരച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ശനിയാഴ്ച മൊത്തം അതവിടെ ഇരുന്നു. എന്നിട്ട് ഞായറാഴ്ച വെളുപ്പിന് ഇതും കൊണ്ട് കല്ലറയ്ക്ക് വരിക. അപ്പോൾ ഇവർ ഈ വലിയ സന്തോഷമായിട്ട് കൊണ്ടുവരും. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവിനെ ഒന്നുമില്ലെങ്കിലും ശവശരീരത്തിൽ പുരട്ടാൻ പൂശാൻ ഞങ്ങൾക്ക് ഈ സുഗന്ധവർഗവും കൊണ്ട് വരാൻ പറ്റിയുള്ളൂ, ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞല്ലോ. പക്ഷെ ഇവരാർക്കാ ശുശ്രൂഷ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ശവശരീരത്തിനാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതെ കമ്മിങ് ടു സെർവ് ജീസസ്? നോ, അല്ലേ? അവർ തിരക്കി വരുന്ന യേശു ഇവിടെ ഇല്ല. അതുകൊണ്ട് ആരെയും തിരക്കുന്നത്? അവനിവിടെ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യേശു ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ കൊണ്ടുവന്നതോ ആർക്ക് വേണം? ഇന്ന് നമ്മുടെ പ്രശ്നവും ലോകമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഇതെല്ലാം ഒരുക്കി കൂട്ടി വരിക. എന്തിനാ? ആർക്ക് പുരട്ടാനാ? ജീവനുള്ള യേശുവിന് ഇതിൻ്റെ ആവശ്യമില്ല. ഈ കൂട്ടും സുഗന്ധവർഗവും ഒന്നും എൻ്റെ യേശുവിന് വേണ്ട, പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇതൊന്നും എൻ്റെ യേശുവിന് വേണ്ട. ഈ ശവശരീരം ഇരിക്കുന്നിടത്താ ഈ പണ്ടത്തെ കാലത്ത് ഈ പുകയ്ക്കുന്നതും ഈ സുഗന്ധവർഗം ഇടുന്നതും അതും ഇതുമല്ല. ഇന്നും നമ്മളെന്താണ് ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുക, പ്രിയപ്പെട്ടവരെ. ഈ പുകയുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ തമാശയായിട്ട് പറയുകയല്ല, ഞാൻ കളിയാക്കി പറയുകയല്ല. ഇതിൻ്റെ ഹിസ്റ്ററി ശരിക്കും പഠിച്ചാൽ നോട്ട് ഓൾ, സം ഓഫ് ദ പ്രാക്ടീസസ് വളരെ എന്താ പറഞ്ഞ ബഹുമാനത്തോടെ ദൈവഭയത്തോടെ ചെയ്യുന്ന പലരുടെയും ഒറിജിനൽ തുടക്കം നോക്കിയാൽ അതിന് വേറെ കാരണമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ ഒരു ക്രിസ്ത്യൻ പ്രാക്ടീസായിട്ടും ഇത് ആരാധനയിൽ അത്യാവശ്യമാണെന്ന് നമ്മളങ്ങ് കിട്ടും. പുതിയ നിയമത്തിൽ എങ്ങും അപ്പോസ്തലന്മാരത് പറഞ്ഞിട്ടുമില്ല, ആദിമസഭ അത് ചെയ്തിട്ടുമില്ല, യേശു അത് കൽപ്പിച്ചിട്ടുമില്ല. ശരിയാണോ? പക്ഷേ യേശു കൽപ്പിച്ചിട്ടില്ലാത്തത്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്തത്, ആദിമസഭ പാലിച്ചിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മളിന്ന് വളരെ കൃത്യതയോടുകൂടി ചെയ്തു പോകുന്നുണ്ട്. ഇത് നാമധേയ സഭകൾ മാത്രമല്ല, പെന്തക്കോസ്ത് സഭകളും ചില പാരമ്പര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അന്ന് ഒരു പക്ഷേ അന്നൊരു വിളക്ക് അവിടെ ആവശ്യമായിരുന്നു, അന്ന് ഒരു പുക അവിടെ പുകയ്ക്കണമായിരുന്നു. പക്ഷേ അതിന് കാരണം വേറെയാണ്.